ഒരു തീരുമാനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ഉണ്ടാവണം. ആ ഡിസിഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനിടക്ക് കല്ലും മുള്ളും അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസ്, ടെൻഷനുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇല്ലെങ്കിൽ എനിക്ക് വരുമാനം കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവാം. എങ്ങനെ ഇരുന്നാലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന വ്യക്തി ഒരൊറ്റ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇത് ഞാൻ മാത്രം ചെയ്തു കഴിഞ്ഞാലല്ല, എന്റെ കൂടെയുള്ളവരോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എംപവർ നൽകുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒരു ഉപബോധ മനസ്സുണ്ടാവണം. അങ്ങനെയെങ്കിലും മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾക്ക് ഏതൊരു ബിസിനസ് ആയാലും നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റും. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെയിൽസ് ആണല്ലേ. ഈ സെയിൽസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഇന്ന് എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്? 372 ആൾക്കാർ അല്ലെ. നമ്മുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം അറൗണ്ട് ഗ്രൂപ്പ് പ്രകാരം പറയുകയാണെങ്കിൽ, എംപവർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പ്രകാരം പറയുകയാണെങ്കിൽ ഏകദേശം 3000 മേലെ കമ്മ്യൂണിറ്റി ഇപ്പോഴും ഉണ്ട്. കൂടാതെ ഓരോരോ ടീം ലീഡേഴ്സിന്റെ ആക്റ്റീവ് ആയവരും ഇൻആക്റ്റീവ് ആയവരും അല്ലാത്തവര് മെയിൻ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർ വരെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം 5000 മേലെ ഇപ്പോഴും കോയിൻഫോർജ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്കിലും നമ്മുടെ സൂം മീറ്റിങ്ങിന്, ഡെയിലി നടക്കുന്ന സൂം മീറ്റിങ്ങിന് എന്തുണ്ട്, വളരെ വിരളമായ കൗണ്ട് മാത്രമാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ സെക്ഷനുകളും നമ്മൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ, അല്ലെങ്കിൽ നമ്മളെ കൂടെ വന്നവർക്കും നമ്മൾ പറയാതെ മറ്റു ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കിട്ടുമ്പോൾ അവർ നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരായി മാറും എന്നുള്ളത് നമ്മൾ എന്ത് ആദ്യം മനസ്സിലാക്കുക അല്ലെ. ഇപ്പൊ ഒരു വീട്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ, ആ വീട്ടില് എന്താ പറയാ, മക്കളോട് നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യണമെന്നില്ല, ഓൺ ദി സ്പോട്ട് അവരെന്ത് ചെയ്യുന്നില്ല, കേൾക്കണം എന്നില്ല. എന്തുകൊണ്ടാണ്? അത് അവരുടെ ഒരു കംഫർട്ട് സോൺ ആണ്. അവർക്ക് എന്തും സംഭവിക്കാം, നല്ലതും കേൾക്കാം, മോശവും കേൾക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് ആ മക്കൾ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർ ആ കംഫർട്ട് സോണിൽ ഇല്ലാത്തവരായിരിക്കണം. അവര് ഇപ്പോ ഉദാഹരണം വീട്ടിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് പോയി വേറൊരാളെ പറയുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കേൾക്കും അല്ലെ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ എംപവർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഒരു നല്ലൊരു ടേണിംഗ് പോയിന്റ്, നല്ലൊരു ടൈമിംഗ് നമുക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ടൈമിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, നിങ്ങൾ അതിൽ ഉൾപ്പെടുത്താം. ഇനിയും കയറാത്ത ആൾക്കാർ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കയറാം. സോ ഇന്നത്തെ ഒരു സെക്ഷന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ലൈഡിന്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോ ഒരു 5-10 മിനിറ്റ് മുന്നോട്ട് പോയെങ്കിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു മീറ്റിംഗ് തീരുന്നവരെ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുക. സോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിന്റെ ചലഞ്ച് കൊണ്ടായിരുന്നു. മീൻസ് സിസ്റ്റം ഒന്ന് ഓണായി കണക്ട് ആയി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലായിരുന്നു. സോ എന്നാലും നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെയിൽസ് മാർക്കറ്റിംഗ് പ്ലാനിങ് സ്ട്രാറ്റജി ആണ് ഇന്നത്തെ സെഷൻ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇന്നത്തെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ സെക്ഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് സെയിൽസ് ആണല്ലേ. സെയിൽസ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ എംപവർ ഇപ്പോഴും മാർക്കറ്റിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത്, എംപവറിൽ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ചെയ്യുന്നത് എന്താണ്, സെയിൽസ് ആണ് അല്ലെ. ആരെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ടോ? നമ്മൾ ചെയ്യുന്നത് സെയിൽസ് ആണ്, അതിൽ യാതൊരു സംശയമില്ല അല്ലെ. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്, കോയിൻഫോർജ് എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ടെക്നോളജിയിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ അഫിലിയേഷൻ മാർക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, സെല് ചെയ്യുന്നു. എന്താണ് സെല് ചെയ്യുന്നത്? നമ്മൾ നമ്മളെ തന്നെയാണോ സെല് ചെയ്യുന്നത്? അല്ല നമ്മൾ പ്രൊഡക്റ്റ് ആണോ സെല് ചെയ്യുന്നത്? അല്ല നമ്മൾ ഡിജിറ്റൽ അസറ്റ് ആണോ സെല് ചെയ്യുന്നത്? അല്ല നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി ആണോ നിങ്ങൾ സെല് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത് ഇത്രയും കാലമായിട്ട്? അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാം അല്ലെ. അപ്പോ മനസ്സിലാക്കേണ്ടത്, നമ്മള് ചെയ്യുന്നത് സെല്ലാണ്. ഈ സെല് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അവയർനെസ് ആണ് ഇന്നത്തെ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു സെക്ഷൻ കേട്ടവരുണ്ടാവാം, കേൾക്കാത്തവരുണ്ടാവാം.
മേ ബി ഈ എംപവറിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു സെക്ഷൻ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. സോ സെയിൽസ് പ്ലാൻ എന്ത് ചെയ്യാം, നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. സെയിൽസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ എന്താണ് സെയിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രവീൺ സാർ ആയാലും അല്ലെങ്കിൽ സുഭാഷ് സാർ ആയാലും ഇനി ഷെരീഫ് സാർ ആയാലും ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയും, സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ സാധനങ്ങൾ കൊടുത്ത് അതിന്റെ മൂല്യം തിരിച്ചെടുക്കുക എന്നുള്ളത് നമുക്കറിയായിരിക്കും അല്ലെ. നോർമലി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിൽപ്പന എന്നത് സാധനങ്ങള്, സേവനങ്ങള്, അല്ലെങ്കിൽ സ്വത്ത്, അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യത്തിനോ വേണ്ടി കൈമാറ്റം ചെയ്യുന്ന എല്ലാ പ്രക്രിയക്കും പറയുന്ന പേരെന്താണ്, സെയിൽസ് എന്നാണ് അല്ലെ. പണം എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മളിലേക്ക് എത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മളിലേക്ക് എത്തിയിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ് നമുക്കറിയാം. ബാർട്ടർ സിസ്റ്റം മുതൽ ഇന്ന് എത്തിയിരിക്കുന്ന ഡിജിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ മെത്തേഡ് വരെ എത്തിയിട്ടുണ്ട് അല്ലെ. ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതും ഒരു സെയിൽസ് ആണ് അല്ലെ, അതും ഒരു സെയിൽസ് ആണ്. ഇപ്പോ മുസ്തഫ സാറിന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അസറ്റ് ആണെങ്കിൽ ആ അസറ്റ് വേറൊരു വ്യക്തിക്ക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ ആവശ്യമുള്ളതോ ആയ സാധനം തിരിച്ചു കിട്ടുന്ന ഒരു സംവിധാനത്തിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു കാലഘട്ടം തുടങ്ങി അതിനുശേഷം ഗോൾഡ് കോയിനും സിൽവർ കോയിനും യൂസ് ചെയ്ത് ട്രാൻസാക്ഷൻ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, സെയിൽസ് ആണ് അല്ലെ. നമ്മൾ കയ്യിലുള്ള ഇല്ല സാധനം, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനം വേറൊരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് അതിന്റെ മൂല്യവത്തായ ഒരു സാധനം തിരിച്ചു എടുക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. ഇത് ഒരു ബിസിനസിന്റെ വരുമാനത്തിന്റെയും വളർച്ചയുടെയും ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നത്. പ്രാഥമികമായ ഒരു പ്രവർത്തനമാണ് അല്ലെ. ഏതൊരു ബിസിനസിന്റെയും പ്രാഥമികമായ ഒരു പ്രവർത്തനമാണ് സെയിൽസ് അല്ലെ. ഒരാള് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക, നമ്മുടെ കയ്യിലുള്ള എനർജി ടോക്കൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നാളെ എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാം. ആരൊരു ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള ആൻസറുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തരാം. ഓക്കെ, സോ ഇന്നത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, സെയിൽസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, സെയിൽസ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് സർവീസ് ഓർ ഗുഡ്സ് അല്ലെ. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സാധനം, ഇപ്പൊ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ, കോയിൻ ഫോർജ് എന്ന് പറയുന്ന ബിസിനസ്സിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സാധനം എന്താണ്, കോയിൻ ഫോർജിന്റെ ഡിജിറ്റൽ അസറ്റ് ആണ്. ഈ ഡിജിറ്റൽ അസറ്റ് നമ്മൾ മാക്സിമം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്ക് ഈ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡിജിറ്റൽ അസറ്റ്, അല്ലെങ്കിൽ ആ ഡിജിറ്റൽ അസറ്റ് വേറൊരു വ്യക്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫിലിയേഷൻ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോയിൻ ഫോർജിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലിങ്ക്, ആ ലിങ്ക് ഒരു വ്യക്തിക്ക് സെല് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ നടക്കുന്നതും ഒരു സെല്ലിംഗ് പ്രോസസ് ആണ്. ഇവിടെ 100 കോടി ക്രിപ്റ്റോ ടോക്കണുകൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ 100 കോടി ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യും. ആ കമ്മ്യൂണിറ്റി അവർക്ക് അറിയുന്ന ആൾക്കാർക്ക് ഈ ഒരു കോയിൻ ഫോർജിന്റെ ലിങ്ക് ആണ് നിങ്ങൾ അവിടെ ആദ്യം കൊടുക്കുന്നത് അല്ലെ. ആക്ച്വലി ലിങ്ക് എന്ന് പറയുന്നത് അതിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്, ഒരു ഓപ്ഷൻ മാത്രമാണ് അല്ലെ. ഈ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് സ്മാർട്ട് കോൺട്രാക്റ്റുകളെ പർച്ചേസ് ചെയ്യാണ്. ആക്ച്വലി സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിനെ സംബന്ധിച്ചോളം എന്തെങ്കിലും അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നത് കോയിൻ ഫോർജിന്റെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അവിടെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തും അതിന് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു എലമെന്റോ തീർച്ചയായിട്ടും അതിനെന്ത് ചെയ്യും, ബൈബാക്ക് കിട്ടുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്തഫ സാറിന് ആവശ്യമില്ലാത്ത ഒരു സാധനമായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു സാധനമായിരിക്കും, അത് ഷെരീഫ് സാറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെരീഫ് സാറിന് എന്ത് കിട്ടുന്നുണ്ടാവും, ഒരു ഫിസിക്കലി ഡിവൈസോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റലി ഒരു ഉപകരണങ്ങളോ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ടാവും. ഇപ്പൊ ഉദാഹരണം നമ്മൾ മൊബൈലിൽ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അവിടെ കിട്ടുന്ന ഒരു സേവനമാണ് അല്ലെ. നമ്മളെ സംബന്ധിച്ചോളം അവിടെ നമുക്ക് കിട്ടുന്ന ഒരു സേവനമാണെങ്കിൽ ആ ഓപ്പറേറ്ററിന് കിട്ടുന്നത് എന്തായിരിക്കും, അതിന്റെ മൂല്യമായിരിക്കും. അപ്പൊ ഏത് രീതിയിൽ എന്ത് ചെയ്യാം, സെയിൽസിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽസിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് സെയിൽസിന് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഫോർമുല അനുസരിച്ചിട്ട് മാർക്കറ്റിലേക്ക്, ഇപ്പൊ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം നമ്മൾ കോയിൻ ഫോർജ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ സെയിൽസിന്റെ ഫോർമുല സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല രീതിയിൽ ക്ലോസിംഗ് നടക്കാൻ വേണ്ടി പറ്റും അല്ലെ. നമ്മളിപ്പോ ഉദാഹരണം പറയാം, ചില വ്യക്തികൾ പറയുന്നുണ്ടാവും, ഞാൻ എത്ര വ്യക്തികളടുത്ത് ഈ ബിസിനസിനെ കുറിച്ച് പോയി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല,
ക്ലോസിങ് കിട്ടുന്നില്ല അല്ലെ. ഒന്നെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, ചില വ്യക്തികൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് കസ്റ്റമേഴ്സ് വളരെ കുറവായിരിക്കും, ക്ലോസിങ് കൂടുതലായിരിക്കും. ചില വ്യക്തികൾക്ക് ഫുൾ സ്ലോട്ട് മീൻസ് ഇതിന്റെ ടോട്ടൽ ബിസിനസ് സെല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അഷ്റഫ് ഖാനെ പോലെയുള്ള വ്യക്തികൾക്ക്. അപ്പൊ അഷ്റഫ് ആലിഖ് എന്ന് പറയുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ മാസം മുതൽ റോയൽറ്റി വാങ്ങിയിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ടാവും, കുറെ കണക്ഷൻസ് ഉണ്ടാവും, കുറെ ബന്ധങ്ങൾ ഉണ്ടാവും. ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി സെല്ല് നടക്കുന്നുണ്ടാവും. ചില വ്യക്തികൾക്ക് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രവീൺ സാറാന്ന് ഒരു എക്സാമ്പിൾ ചോദിച്ചു, അദ്ദേഹത്തിന് കുറെ കണക്ഷൻസ് കിട്ടുന്നുണ്ടാവും, അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ടാവും, കുറെ സെല്ലിങ് കിട്ടുന്നുണ്ടാവും. ആണെങ്കിൽ തന്നെ വലിയ രീതിയിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ക്ലോസിങ് എടുക്കാൻ വേണ്ടി പറ്റുന്നത് മീൻസ് വലിയ കോൺട്രാക്ട് വാല്യൂകൾ സെല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല അല്ലെ. ചില വ്യക്തികൾക്ക് ഒരുപാട് കണക്ഷൻസുകൾ ഉണ്ടാവും, ഒരുപാട് പ്ലാനുകളും കൊടുത്തിട്ടുണ്ടാവും. ഇതുവരെ അവരുടെ കൂടെ ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ബിസിനസ് ഞാൻ മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ കൂടെ കൊണ്ടുവരുന്ന വ്യക്തികൾ ഒരിക്കലും നമ്മൾ കസ്റ്റമേഴ്സ് മാത്രമല്ല അല്ലെ. നമ്മൾ ഒരു കസ്റ്റമർ എന്നുള്ള മൈൻഡ് സെറ്റിൽ മാത്രമാണ് ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കോയിൻ ഫോർജിന്റെ ഇത് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സംബന്ധിച്ചോളം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ആ കസ്റ്റമറിനെ കൺസിസ്റ്റൻസി എത്ര കാലം നമ്മൾ ഈ പ്രൊജക്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഞാനില്ലെങ്കിലും നാളെ എന്റെ കൂടെ വന്നിരിക്കുന്ന കസ്റ്റമർ ആയിരിക്കുന്ന വ്യക്തി ഈ ഒരു കമ്മ്യൂണിറ്റിന്റെ കാലഘട്ടത്തോളം കൂടെ ഉണ്ടാകുന്ന വ്യക്തികളായി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കസ്റ്റമർ എന്ന് പറയുന്നത്. കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം അങ്ങനെയാണ് അല്ലെ. അല്ലാതെ ഒരു സാധനങ്ങൾ കൊടുത്തു അദ്ദേഹം എന്ത് ചെയ്യും, തിരിച്ച് ആ കടയിലേക്ക് വരാത്ത കണ്ടീഷൻ ആണെങ്കിൽ അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കസ്റ്റമറാന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അവര് ജസ്റ്റ് വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയി അവരെ കാര്യങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് അവർ പോകുന്ന ഒരു മെത്തേഡിലെ കസ്റ്റമർ ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം നമ്മൾ കോയിൻ ഫോർജിലെ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കോയിൻ ഫോർജിൽ കിട്ടിയിരിക്കുന്ന ഡിജിറ്റൽ അസറ്റ് സെല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ കൂടെ വന്നിരിക്കുന്ന കമ്മ്യൂണിറ്റി ലൈഫ് ടൈം നമ്മളെ കൂടെ നിൽക്കുന്ന വ്യക്തികളായി മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് അവരോട് പ്ലാൻ പറയേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ എത്ര കാലം നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻസുകൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. സോ ഇവിടെ നമ്മൾ സെയിൽസിന് ഒരു 5 ഫോർമുല എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സെയിൽസ് എന്താണ്, എസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, സെർവ് ദി കസ്റ്റമേഴ്സ് നീഡ്സ് എന്നാണ് അല്ലെ. നമ്മളെ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം നമ്മളൊരു മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട് ഉദ്ദേശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈഫ് ടൈം നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോയിൻ ഫോർജ് എന്ന് പറയുന്ന ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണോ ആവശ്യം, കസ്റ്റമർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മാർക്കറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കസ്റ്റമർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അല്ലെ. നമ്മളിപ്പോ ഒരു പ്ലാൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അവർക്ക് നമ്മളെ കയ്യിലുള്ള അറിവുകളെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യില്ല, ഒന്നും മനസ്സിലാവില്ല, അവർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഉദാഹരണം അസനിക്കാക്ക് അറിയുന്ന വ്യക്തികള്, അസനിക്കാക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു എഡിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവും, അസനിക്കാക്ക് ഉണ്ടാവും അല്ലെ. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇപ്പൊ സുഭാഷ് സാറിനെ സംബന്ധിച്ചോളം സുഭാഷ് സാറിനെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവന്ന വ്യക്തിക്ക് ആദ്യം എന്ത് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഷഫീഖയാണ് സുഭാഷ് സാറിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ, ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായ ഒരു കസ്റ്റമർ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ, ഈ ഒരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമായി നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ, ആ ഷഫീഖാക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടാവും, സുഭാഷ് സാറിന് എങ്ങനെ ഈ ബിസിനസ് കൊടുക്കണം, ഈ ഒരു ബിസിനസ്സിന് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്റെ കൂടെ കാലാകാലം ഈ ഒരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമായി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു വ്യക്തിക്ക് നമ്മൾ ബിസിനസ് കൊടുക്കേണ്ടത്. അപ്പോ കസ്റ്റമറിന് എന്താണോ ആവശ്യം, കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം കോയിൻ ഫോർജിലൂടെ നമ്മള് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, കോയിൻ ഫോർജ് എന്ന് പറഞ്ഞ ബിസിനസ്സിനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു വ്യക്തിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യില്ല, നമ്മൾ കൂടെ കാലകാലം ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കോയിൻ ഫോർജിനെ അദ്ദേഹത്തിലേക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡെവലപ്പർ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തെ മനസ്സിലാക്കി അതിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മളിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
ആ വരുമാനം മാത്രം നമ്മളിലേക്ക് വരട്ടെ, ആ വരുമാനം കിട്ടിക്കൊണ്ട് അടുത്തൊരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യണം, ഈ ഒരു വ്യക്തിനെ തീരെ മൈൻഡ് ചെയ്യാത്ത രീതിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് സെയിൽസിന്റെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, കസ്റ്റമറിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കസ്റ്റമർ നമ്മുടെ ഒരു നീഡഡ് കസ്റ്റമർ ആയിരിക്കണം എന്ന് നമ്മുടെ മൈൻഡിലേക്കും വരണം. നമ്മൾ കസ്റ്റമർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് കൊടുക്കുന്നതെങ്കിൽ തന്നെ ആ കസ്റ്റമർക്ക് ആവശ്യമുള്ള ഒരു കാര്യം നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവരെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന സമയത്ത് തിരിച്ച് ആ കസ്റ്റമർ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ബോധം കൂടി നമ്മളിലേക്ക് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യണ്ടു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ബിസിനസ്സിനെ നമ്മൾ ഒരു വ്യക്തിയിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിനെ ഈ ഒരു കാര്യം കറക്റ്റ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ വ്യക്തിയിലൂടെ മാർക്കറ്റിംഗ് കൂടുതൽ നൽകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലെ. നമ്മൾ മാത്രം മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് ഒരു പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിനെ കിട്ടുന്ന സമയത്ത് ആ പ്രോസ്പെക്ട് നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കോയിൻ ഫോർജിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഭാഗമായി ഈ ഒരു പ്രൊജക്ടിന്റെ ഫ്രാഞ്ചൈസി കളക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ചില വ്യക്തികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ടിംഗ് സ്ട്രാറ്റജി ഒക്കെ നമ്മൾക്ക് ഇതിനു മുന്നേ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും. സോ ഇന്നത്തെ ഒരു മെത്തേഡിൽ പറയുകയാണെങ്കിൽ സെയിൽസിന്റെ ഫോർമുലയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എതിർ ഭാഷയിലുള്ള അല്ലെങ്കിൽ പ്രോസ്പെക്റ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം അങ്ങനെ തന്നെയാണ്. സോ നെക്സ്റ്റ് നമ്മൾക്ക് ഈ കസ്റ്റമറിന് ആവശ്യമുള്ള ഒരു സാധനം അല്ലെങ്കിൽ കസ്റ്റമർക്ക് ആവശ്യമുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ ഫോർമുല നിങ്ങൾ മനസ്സിലായത് സെയിൽസ് എന്നുള്ളതിന്റെ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, സെയിൽസ് ആക്ച്വലി എന്താണ്, ഒരു റിലേഷൻഷിപ്പ് ആണ് അല്ലെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പൊ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം നിങ്ങളൊരു കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന വ്യക്തികളിലേക്കോ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിലേക്കോ അല്ലെങ്കിൽ ഇതിനു മുന്നേ നിങ്ങളെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല പ്രൊജക്റ്റിലേക്ക് ഇരുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാല് ഒരു സാധനങ്ങൾ കൊടുക്കുകയാണോ മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓണർഷിപ്പ് മാത്രമാണോ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. നിങ്ങൾ അവരും തമ്മിലുള്ള ഒരു വിശ്വാസ്യത ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആ റിലേഷൻഷിപ്പിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യുക, അദ്ദേഹത്തിലേക്ക് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, അവര് നിങ്ങളുടെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്കൊക്കെ അറിയാം കോയിൻ ഫോർജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് ഇപ്പൊ റീസെന്റ് അസോസിയേറ്റ് ചെയ്തവർക്കും അല്ലെങ്കിൽ അല്ലാത്ത ഗസ്റ്റ് ആയിട്ട് ഇതിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്തുണ്ടാവും, ഡൗട്ട് ഉണ്ടാവും. അപ്പോ ഇതിനു മുന്നേ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എന്താ അറിയാം, ഈ കോയിൻ ഫോർജ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്, ഒരു എക്കോസിസ്റ്റം ആണ്. ഇവിടെ നമുക്ക് നമ്മുടെ പണം തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന വരുമാനങ്ങൾ നമ്മൾക്ക് ഒരു വ്യക്തിയോടും ആവശ്യപ്പെടാതെ നമ്മുടെ വാലറ്റിലേക്ക്, നമ്മൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ വാലറ്റിലേക്ക് നമ്മുടെ അസറ്റുകൾ കിട്ടുന്ന സമയത്ത് ഏത് സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ പണത്തിന് കൺട്രോൾ അല്ലെ. ഇപ്പൊ നിങ്ങളെ കയ്യിലിരിക്കുന്ന അസറ്റ് എന്ന് പറയുന്നത് US$ ആയിരിക്കാം, ഇതിന്റെ ക്രിപ്റ്റോ ടോക്കണുകളായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പീരിയോഡിക് ടൈമിങ്ങിന് ക്രിപ്റ്റോ ടോക്കണുകൾ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി ആയിട്ട് സെല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവാം. അല്ലാത്ത ടൈമിങ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന US$ ഓൾറെഡി ലിസ്റ്റിംഗ് ആയിരിക്കുന്ന ഗ്ലോബലി എല്ലാ പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന US$ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, കിട്ടിയിരിക്കുന്ന വരുമാനം ഏത് സമയത്ത് എൻഗേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലെ. സോ ആ ഒരു ബിസിനസ്സിനെ നിങ്ങൾ കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റിക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക തന്നെ ചെയ്യണം അല്ലെ. സോ ആ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി, റിലേഷൻഷിപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു 4 ടിപ്സ് ഉണ്ട്. ആ 4 ടിപ്സ് എന്ത് ചെയ്യാം, നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ രീതിയിൽ ഇപ്പൊ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം കോയിൻ ഫോർജ് ബിസിനസ്സിനെ നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും, പ്രോസ്പെക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതുവരെ നമ്മൾ കോയിൻ ഫോർജ് ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു വ്യക്തിയും എന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നതല്ലാതെ ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നോ പറയുന്ന വ്യക്തികൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. നിങ്ങൾ അങ്ങനെ നോ പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന പ്ലാനിന്റെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് കൊണ്ടോ ഇല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. അല്ലാതെ
കോയിൻഫോർജിന്റെ ബിസിനസിന്റെ പ്ലാൻ നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഈ കോയിൻഫോർജിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ഇൻകം പ്രൊട്ടക്ഷനുകൾ മനസ്സിലാക്കിയ വ്യക്തികൾ ആരും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നോ പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്ത് പറയുന്നുണ്ടാവില്ല, ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറയുന്ന അവസ്ഥകൾ വളരെ കുറവായിരിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവരിലേക്ക് കൊടുക്കുന്ന അറിവുകൾ ഡെലിവറി ചെയ്യുന്നത് കറക്റ്റ് ഈ ഒരു രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവര് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഫോളോ അപ്പ് ദി 4P കോമ്പണന്റ്, ഈ 4 റൂളില് നിങ്ങൾ എന്ത് ചെയ്താൽ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് നല്ല രീതിയിൽ ക്ലോസിംഗ് എടുക്കാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാമത്തെ പി എന്ന് ഉദ്ദേശിക്കുന്ന പ്രൊഫൈലാണ്, അല്ലെ? എന്താണ് പ്രൊഫൈല്? നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാവും, പ്രൊഫൈൽ ഉണ്ടാവും, അല്ലെ? നമ്മൾക്കൊരു ബയോഡാറ്റ ഉണ്ടാവും. എന്തായിരിക്കും ബയോഡാറ്റയിൽ ഉണ്ടാവുക? നമ്മൾ നമ്മളെ കുറിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവും, അല്ലെ? ഇപ്പോ ഇവിടെ കോൺഫോർ ചെയ്യുന്ന നമ്മുടെ എന്താ പറയാ സിദ്ദീഖാനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ മുസ്തഫ ഖാനെ സംബന്ധിച്ചോളം നിങ്ങൾക്കൊക്കെ ഒരു പ്രൊഫൈൽ ഉണ്ടാവും, ഒരു ഐഡന്റിറ്റി ഉണ്ടാവും, അല്ലെ? നമ്മുടെ കോയിൻഫോർജിനെ സംബന്ധിച്ചോളം ഈ ഒരു പ്രൊജക്ട് സെയിൽസിന്റെ റൂൾ പ്രകാരം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്തുണ്ടാവും, ഒരു പ്രൊഫൈൽ ഉണ്ടാവും. എന്താണ് പ്രൊഫൈല്? നമ്മളൊക്കെ ഏതൊരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണ്? എംപവർ എന്നുള്ള കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണ്, അല്ലെ? അപ്പൊ ഈ എംപവർ എന്താണ് പ്രൊഫൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താണ് ചെയ്യുന്നത്, വാട്ട് ആർ വി ഡൂയിങ് ആൻഡ് വൈ, അല്ലെ? നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, ഈ ഒരു ധാരണ ആരിലേക്ക് എത്തിക്കണം? നമ്മുടെ പ്രോസ്പെക്ടിങ്ങിലേക്ക് എത്തിക്കണം, അല്ലെ? നമ്മളെ കൂടെ വന്നിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്ക്, അല്ലെങ്കിൽ കൂടെ വരാൻ വേണ്ടി പോകുന്ന വ്യക്തിയിലേക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം ഡെഫിനേഷൻ ചെയ്തു കൊടുക്കണം. പ്രൊഫൈൽ നമ്മുടെ എംപവറിനെ കുറിച്ചും നമ്മളെ കുറിച്ചും, നമ്മൾ എന്തിനാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നതും, ഈ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്താണെന്നുള്ളതും, ഈ പ്രൊജക്റ്റിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എന്താണെന്നുള്ളതും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് മാത്രമേ അവർക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. അല്ലാതെ നിങ്ങളൊരു പ്രോസ്പെക്ടിന്റെ അടുത്ത് പോകുന്ന സമയത്ത് ഒരു കാര്യവും പറയാതെ, ഇപ്പൊ നമ്മളൊരു സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടാവും. അത് നമ്മളെ കുറിച്ച് അറിയാത്തവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഉദാഹരണം ഷെഫീഖാന്റെ ഒരു പ്രോസ്പെക്ടിനെ കുറിച്ച് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഡയറക്റ്റ് അറിയുന്ന വ്യക്തിയായിരിക്കാം. അദ്ദേഹം പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കണമെന്നില്ല. ഒരു ലാഘവത്തോടു കൂടി, ഒരു എന്താ പറയാ, ഒരു സീരിയസ്നെസ് ഇല്ലാതെ കേൾക്കുന്ന ഒരു വ്യക്തിയായി മാറുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ അപ്ലൈനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ അപ്ലൈൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പോൺസർ ആയിരിക്കുന്ന വ്യക്തിനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് എന്തിനായിരിക്കും? അവിടെ അറിയാത്തൊരു വ്യക്തിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, അറിയാത്തൊരു വ്യക്തിനെ വേറൊരു അറിയാത്ത വ്യക്തിയിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു സീരിയസ്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അല്ലാതെ ഈ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നല്ല, ഈ പ്ലാനിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കോയിൻഫോർജിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. അവിടെ ഒരു എന്താണ്, ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു അവരെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം, നമ്മളെ പ്രത്യേകിച്ച് അറിയാത്ത വ്യക്തികളെ കൊണ്ട് അദ്ദേഹത്തിലേക്ക് അറിവെത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം. ആ സമയത്ത് ഒരു ക്ലോസിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പ്ലാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പ്ലാൻ പറയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ വേറൊരു വ്യക്തിയിലേക്ക് സെല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ ബിസിനസിന്റെ എങ്ങനെയാണ് നമുക്ക് ഈ ബിസിനസ് കിട്ടിയിരിക്കുന്നതും, ഏതൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മളെ ഈ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യുന്നതും, ഈ ബിസിനസ് മാർക്കറ്റിലൂടെ ചെയ്യുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതും, ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഭാഗമായി നിന്നതിലൂടെ എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളതും, ഞാനിത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഉദാഹരണം ഞാനാണെങ്കിൽ ഞാൻ പറയും, എന്താണ്, ഞാൻ ഇത്ര വർഷം മുന്നേ ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് ആവശ്യങ്ങൾക്ക് വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറോണ പോലെയുള്ള പാൻഡമിക് സിറ്റുവേഷൻ വന്ന സമയത്ത് എനിക്കെന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ബിസിനസ്സിന് തകർച്ച വരുന്ന സമയത്ത് എന്റെ പോക്കറ്റിൽ നിന്ന് എന്റെ പണം മാർക്കറ്റിലേക്ക് പോവുക, എനിക്കൊന്നും കിട്ടാത്ത സമയത്ത് ഞാൻ വെറുതെ എന്റെ കയ്യിലെ പണം നഷ്ടപ്പെടുത്തണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ എനിക്കൊരു എക്സ്ട്രാ വരുമാനം കിട്ടാൻ വേണ്ടി ഇനി എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ, അല്ലെ? നമ്മളൊക്കെ ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് എന്തിനായിരിക്കും? എല്ലാവരും പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് തന്നെ, അല്ലെ? സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന പണം മാർക്കറ്റിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അസറ്റ് മീൻസ് നമ്മൾക്ക് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തികൾ എന്ത് മനസ്സിലാക്കണം, നമുക്കുള്ള കഴിവുകളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഡെലിവറി ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട് എന്താണെന്നുള്ളത് പറയുന്നതിന് മുന്നേ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്, ആ ബിസിനസിന്റെ പ്ലാൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രൊഫൈല് കറക്റ്റ് ആയിട്ട് ഡെലിവറി
ചെയ്യാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങൾ കൂടെ ഒരു ഭാഗമാവില്ല. എംപവർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഈ ഒരു ബിസിനസിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 25% അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, സാധ്യമാകുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മള് അറിയാത്ത ഒരു വ്യക്തിയിലേക്ക് പ്ലാൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് ഏതാണ് ഈ കമ്പനി എന്നെല്ലാം ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇതിനൊരു കമ്പനി ഇല്ല, ഇതിന് ഓണറും ഇല്ല, ആരുമില്ല. അപ്പൊ അവൻ വിചാരിക്കും ഇപ്പൊ ഞാൻ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ള ട്രസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് പ്രൊഫൈലാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊജക്റ്റ് ആണ്, എക്സിക്യൂഷൻ. എന്ത് ചെയ്യണം, ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എക്സിക്യൂഷൻ നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യണം, ഡെലിവറി ചെയ്യണം. എന്താണ് പ്രൊജക്ട്, വാട്ട് ഈസ് ദ വർക്കിംഗ് ബീങ് ഡൺ, നമ്മൾ കോയിൻ ഫോർജ് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് കാര്യം എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഉൾപ്പെടുത്താം. അവിടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പ്ലാൻ എന്ന് പറയുന്ന സാധനം കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പ്ലാൻ മീൻസ് ഈ ബിസിനസിന്റെ ഡീറ്റെയിൽസ് കൈമാറുന്നതിന് മുന്നേ നമ്മൾ നിൽക്കുന്ന പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊജക്ഷൻ ആണ് അല്ലെ, പ്രൊജക്റ്റ് ആണ്. ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോ പറയുകയാണെങ്കിൽ റീസെന്റ് മാർച്ച് 2023 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇന്റർനെറ്റിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്ന ഒരു ഡിജിറ്റൽ അസറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് UK ബേസ്ഡ് 3 ഡെവലപ്പേഴ്സ് ആണ് അല്ലെ, എഞ്ചിനീയേഴ്സ് ആണ് അല്ലെ. അവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അവർക്ക് എന്തൊരു ഉദ്ദേശമുണ്ട്, അവരുടെ കയ്യിലുള്ള ഡിജിറ്റൽ അസറ്റ്, അവർ മൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിജിറ്റൽ അസറ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ് എന്ന് അറിയാത്ത വ്യക്തികൾക്ക് എന്താ പറയാ, അവരെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൊജക്റ്റിനെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നാളെ ഈ പ്രൊജക്റ്റിനെ മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് ആ പ്രൊജക്റ്റിലൂടെ ഒരുപാട് വ്യക്തികൾക്ക്, ഒരുപാട് ജനങ്ങളിലേക്ക് വരുമാനം കിട്ടുന്ന ഒരു സ്രോതസ്സിനെയാണ് അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ കോയിൻ ഫോർജിനുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ മാർക്കറ്റിലേക്ക് ഡെലിവറി ചെയ്യണം. ഓക്കെ, അപ്പൊ മാർക്കറ്റിലേക്ക് മീൻസ് നമ്മൾ മുന്നിലിരിക്കുന്ന ഒരു പ്രോസ്പെക്റ്റിലേക്ക് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെലിവറി ചെയ്യണം. ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടും, അവർക്ക് ഇതൊരു ബിസിനസ്, ഈ ബിസിനസ് മൊഡ്യൂൾ അവരിലേക്ക് എത്തുന്നുണ്ടാവും അല്ലെ. അപ്പോ തീർച്ചയായും എന്ത് ചെയ്യണം, നമ്മൾ പ്രൊജക്ട് പ്ലാൻ പറയുന്നതിന് മുന്നേ പ്രൊഫൈലും പ്രൊജക്റ്റും ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ പ്ലാൻ പറയാൻ പാടുള്ളൂ. നെക്സ്റ്റ് പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം പ്ലാൻ. നിങ്ങളെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ടെർമിനൽ 3ഉം ടെർമിനൽ 14ഉം ഇതെല്ലാം അവിടെ പോയിട്ട് ഇത് ടെർമിനൽ 3യിലാണ്, ഇത് ടെർമിനൽ 14ആണ്. അവര് ഇത് എന്ത് ടെർമിനൽ, എയർപോർട്ടിലെ ടെർമിനലാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ ചിന്തിക്കും. അപ്പൊ ഒരിക്കലും നിങ്ങളുടെ ടെർമിനൽ എന്നുള്ള വേർഡ്സ് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എന്താണോ അഭിരുചിക്ക് അനുസരിച്ചിരിക്കുന്ന ഒരു വേർഡ്സ് അത് യൂസ് ചെയ്യാം. ഇതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്, ഇത് വേറൊരു രീതിയിലുള്ള ബിസിനസ് സ്ട്രാറ്റജിയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ബെനിഫിറ്റ് ഉണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ബെനിഫിറ്റ് ഉണ്ട്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സംബന്ധിച്ചോളം നമ്മുടെ കയ്യിൽ ഒരു ഷോപ്പ്, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കണം. ഓപ്പൺ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, അതിലൂടെ വരുമാനം ലഭിക്കൂ. അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇത്ര വാല്യൂ നമ്മൾ സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ബൈബാക്ക് ക്രിപ്റ്റോ അല്ലെങ്കിൽ ബൈബാക്ക് ഡിജിറ്റൽ അസറ്റ് നമ്മൾക്ക് കിട്ടുന്നുണ്ടാവും. ഈ ഡിജിറ്റൽ അസറ്റിന്റെ മൂല്യം ഇന്നതാണ്, ഇന്ന ലെവലിലേക്ക് വരും. ഇന്ന് മാർക്കറ്റിൽ അതിന് ഇത്രയാണ് വാല്യൂ. ഇന്ന് 0 ആണെങ്കിൽ നാളെ 2026 ഒരു വർഷം കഴിയുന്ന സമയത്ത് ഇത് മാർക്കറ്റിലേക്ക് എല്ലാ കറൻസിയിലേക്കും സ്വൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ കറൻസിയിലേക്കും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള പണം വേറൊരു വ്യക്തിയിലേക്ക് കൊടുത്തിട്ട് സാധനം വാങ്ങുന്നത് പോലെ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നാളെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിജിറ്റൽ അസറ്റുകൾ വാങ്ങാം അല്ലെങ്കിൽ ക്യാഷ് ആക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്ലാൻ ആയിട്ട് കൊടുക്കണം. അല്ലാതെ ടെർമിനൽ 3 എന്നാണോ ടെർമിനൽ 14 എന്നോ എന്നുള്ളത് രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറയാൻ പാടില്ല. പക്ഷെ പറയാൻ വേണ്ടി പറ്റുന്ന പാർട്ട്നേഴ്സ് ഉണ്ടാവും അല്ലെ. നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന വ്യക്തികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പിക്ചർ ചെയ്തുകൊണ്ട് പറയാൻ വേണ്ടി പറ്റും. നമുക്ക് വരച്ചുകൊണ്ട് നോട്ടിൽ എന്ത് ചെയ്യാം, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള അവർക്ക് അറിയുന്ന മെത്തേഡിൽ എന്ത് ചെയ്യാം, അങ്ങനെയും പറഞ്ഞു കൊടുക്കാം. നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയിലേക്ക് അറിവ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിലേക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, അദ്ദേഹത്തിലേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടോ എന്ത് ചെയ്യണം, നമ്മൾ പ്ലാൻ പറയുന്നത് നമുക്കും മനസ്സിലാവണം. ഇപ്പൊ ഞാന് ഒരു കാര്യം മുസ്തഫ ഖാനോട് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഭാഷ് ചേട്ടനോട് പറയുന്നുണ്ടെങ്കിൽ, പ്രവീൺ സാറോട് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിലേക്ക് അത് ഡെലിവറി ആവുന്നുണ്ടോ എന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് എന്ത് ചെയ്യണം, ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളെ പ്ലാൻ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചിത്രം വരച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്താലും പ്ലാൻ അവർ എന്ത് ചെയ്യില്ല, മനസ്സിലാക്കില്ല. അവര് ആ ഒരു ചിന്തയിലേ ചിന്തിക്കൂ, ഇത് മറ്റേ പരിപാടിയാണ് അല്ലെ. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരും. നമ്മളായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു മാണിക്യക്കല്ലിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാതിരിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രോസ്പെക്ട്, ഒരുപാട് കസ്റ്റമേഴ്സ് മാർക്കറ്റിലുണ്ടാവും. ആ കസ്റ്റമറിനെ, നീഡഡ് കസ്റ്റമറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ക്ലോസിംഗ് എടുക്കാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് വൺ പറയുകയാണെങ്കിൽ പെർഫോമൻസ് ആണ്.
ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പെർഫോമൻസ് കീപ്പ് ചെയ്യേണ്ടത്, ഇവാലുവേഷൻ ചെയ്യണം അല്ലെ. ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് അല്ലെ, എത്രത്തോളം ഡെലിവറി ആയിട്ടുണ്ട്, ഈ പ്രൊജക്ടിന്റെ ആകത്തുക അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ പ്രൊജക്ടിന്റെ പ്രൊഫൈലിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണ വന്നിട്ടുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ് വായിച്ചെടുത്ത് എന്ത് ചെയ്യണം? ആർ ട്രാക്ക് ഓൺ ദി സക്സീഡ്. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി വന്നവരാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? അവരിലേക്ക് എത്തിക്കണം അല്ലെ. ഞാൻ ജസ്റ്റ് ഒരാളെ പിടിക്കാൻ വേണ്ടി വന്നതല്ല അല്ലെ. എനിക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന്റെ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട വരുമാനം ഈ ഒരു സിസ്റ്റമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെവലപ്പർ ആ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് എനിക്ക് കിട്ടുമെന്നുള്ള ബോധത്തോടു കൂടി മാത്രം ആ ഒരു പ്രോസ്പെക്റ്റിന് ആ ഒരു ടൈമിങ്ങിന് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കൂടെ നിൽക്കുന്നുണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിനെയാണ്. ഈ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ലൈഫ് ടൈം നമ്മളെ പാർട്ട്ണറായിട്ട് നിൽക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യണം? നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. സോ നമ്മൾ പെർഫോമൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു ലാസ്റ്റ് മെത്തേഡിലാണ്, ആ ലാസ്റ്റ് ടൈമിങ്ങിനാണ് നമ്മൾ എന്ത് പെർഫോമൻസ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം കൂടി വാരി വലിച്ച് മീൻസ് എല്ലാം കൂട്ടിക്കുഴച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരിക്കലും പ്ലാൻ കൊടുക്കാൻ വേണ്ടി, പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സക്സസ് ആവില്ല. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സെയിൽസിന്റെ സെക്കൻഡ് റൂൾ ആണ് എ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ 4 P ഉദ്ദേശിക്കുന്നത് ഈ പ്ലാൻ ആയാലും പ്രൊജക്റ്റ് ആയാലും അതേപോലെ എന്താണ് പ്രൊഫൈൽ ആയാലും അതേപോലെ പെർഫോമൻസ് ആയാലും ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? എ എന്ന് ഉദ്ദേശിക്കുന്നത് ആസ്ക് ദി റൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണോ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് അത് നിങ്ങൾക്ക് ചോദിക്കാം. ചില വ്യക്തികൾ ആരെങ്കിലും കേട്ടി ഇരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഒരു റെസ്പോൺസും കിട്ടുന്നില്ല, നമ്മൾക്ക് എന്ത് ചെയ്യില്ല, അവര് നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്ന നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം? ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബിസിനസിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായ വ്യക്തികളോട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചോദിക്കാം? നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് ഇന്നുന്ന ഓപ്പർച്യൂണിറ്റികളാണല്ല, ഇന്നുന്ന ഓപ്ഷൻസുകൾ വരുമാനം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്ന വാല്യൂല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് അങ്ങോട്ടേക്ക് ചോദിക്കാം. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്ര വാല്യൂ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികളായിരിക്കും, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് അറിയുന്ന വ്യക്തികളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അദ്ദേഹത്തെ കുറിച്ച് എഡ്യൂക്കേഷൻ ആര് കൊടുത്തിട്ടുണ്ടാവും? ഈ പ്ലാൻ പറയുന്ന ലീഡേഴ്സിനായ വ്യക്തികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ആ സമയത്ത് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായിട്ടുണ്ടാവും? അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നില്ലേ എന്നുള്ള ആ ഒരു ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാം? ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ഇത് ഇടാൻ വേണ്ടി പാടില്ല അല്ലെ. ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് ചെയ്യുന്നില്ല അന്ന് അവൻ ചിന്തിക്കും എന്താണ് ചെയ്യണോ എന്നൊരു ക്വസ്റ്റ്യൻസ് അവരിലേക്ക് വരും. അപ്പൊ നമ്മൾക്ക് എപ്പോഴും കൊടുക്കുന്ന സമയത്ത് ഓപ്ഷണൽ ആയിരിക്കണം. എന്തായിരിക്കണം? ഇദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളായി മാറണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇടണം. എന്ത്? ഒന്നെങ്കിൽ നിങ്ങൾ ഇത്ര ലെവൽ പർച്ചേസ് ചെയ്തതിന് ഇന്ന ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികം എനിക്കറിയാം, നിങ്ങൾക്ക് ഇത്ര സാമ്പത്തികം മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവൂ ഏകദേശം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലെവലിൽ എന്ത് ചെയ്യാം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ബെനിഫിറ്റുകൾ ഉണ്ട്. അല്ല നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മീൻസ് നിങ്ങൾക്ക് ഫുൾ സ്ലോട്ട് ഇപ്പൊ ഒരു വ്യക്തിനെ സംബന്ധിച്ചുള്ള 5 സ്ലോട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തിക സ്ഥിതി അതേ ഉള്ളെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പോലെ അതിനേക്കാൾ വലുത് കൊടുക്കരുത് അല്ലെ. ഒരു ചെറിയ കല്ല് കയ്യില്, ചെറിയൊരു സാധനം കയ്യിൽ കൊടുക്കുന്നതിന് പകരം ഒരു വലിയൊരു കല്ലെടുത്ത് അദ്ദേഹത്തിന്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഓരോ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മളിപ്പോ അധികം ആൾക്കാർ മാർക്കറ്റ് ചെയ്യുന്ന പോലെ 5 സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്ത് വരുന്ന വ്യക്തികളായി മാറും. ഇല്ലെങ്കിൽ ഫുൾ സ്ലോട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനോട് ഒരിക്കലും നിങ്ങൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻ എന്ന സമയത്ത് ഒരിക്കലും ചെറിയൊരു വാല്യൂലിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ചെയ്യാൻ വേണ്ടി പാടില്ല. അന്നേരം ആ സമയത്ത് അദ്ദേഹത്തിന്റെ മൈൻഡിൽ എന്തുണ്ടാവും? ഈ ബിസിനസ്സിന് ഇത്രേ വാല്യൂ ഉള്ളൂ, ഇത് വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു വാല്യൂവിന്റെ ബിസിനസ്സാണ്, വലിയൊരു സീരിയസ്നെസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട സമയത്ത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് എന്തായിരിക്കും? അതിന് യെസ് ഓർ നോ എന്നുള്ള ഒരു ഇത് വരും. കൂടുതലും യെസ് ആയിരിക്കും വരിക. അല്ല നിങ്ങൾ ഒരു എന്താ പറയാ ഒരു സ്റ്റോക്ക് മാർക്ക് പോലെയുള്ള ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യില്ല, അവര് നമ്മുടെ ഭാഗമാവണമെന്നില്ല. ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ എന്റെ കയ്യിൽ പണം ഇല്ലാന്ന് വരെ എല്ലാ വ്യക്തികളും ഇല്ലാന്ന് പറയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുക. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിസൺ ആക്റ്റീവ്ലി ആൻഡ് കെയർഫുള്ളി. നിങ്ങളെ മാത്രം റേഡിയോ മാതിരി തുറന്നിട്ട പോലെ സംസാരിക്കാൻ പാടില്ല. എന്താണ്? നമ്മളിപ്പോ സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത് അല്ലെ.
ഇൻകമിങ്ങും ഉണ്ട്, ഔട്ട് ഗോയിങ്ങും ഉണ്ട്. പണ്ടെന്താണ് റേഡിയോ എന്താണ് ഇൻകമിങ് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടുന്ന് ഒരു വ്യക്തി, നമുക്കറിയാത്ത ഒരു വ്യക്തി അടിച്ചു പറയുന്നുണ്ടാവും അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുക മാത്രമേ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഇൻകമിങ് മാറി എന്താണ് ഔട്ട് ഗോയിങ് വന്ന് ഏതിലൂടെയാണ്, ടെലിഫോണിലൂടെ അല്ലെ. പണ്ട് നമ്മൾ കറക്കിയിരിക്കുന്ന ടെലിഫോൺ യൂസ് ചെയ്തിട്ടാണ് ടെലിഫോൺ വരുന്നല്ലേ. അപ്പം അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി ആ ഒരു കാലഘട്ടം. അതേപോലെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ബിസിനസ് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് അവരെയും മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, നമ്മള് പ്ലാൻ കൊടുക്കുക അല്ലെ. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അങ്ങോട്ടേക്ക് പറയുന്ന സമയത്തായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടെ മൈൻഡിൽ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ തിരട്ടി വരിക. ഇതിന് മുന്നേ നടന്നിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യും, മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, പറയുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അവിടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുപോകാൻ പാടില്ല. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ, ചർച്ചാ വിഷയമായിട്ട് മാറ്റാൻ പാടില്ല. അവർ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ കേൾക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ടാവും. ആ പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലോസിങ് എടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. അല്ലാതെ നിങ്ങൾ അവിടുന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് അങ്ങനെയല്ല അത് ഇങ്ങനെയല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഒരു ആർഗ്യുമെന്റ് രീതിയിൽ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ശത്രുത ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എന്ത് ചെയ്യാം, ലിസൺ ആക്റ്റീവ്ലി ആൻഡ് കെയർഫുള്ളി. ഓക്കെ, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം. അപ്പൊ നമ്മള് ബിസിനസ്സിലെ ഒരു കോട്ടാണ്, യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് യുവർ അഡ്വാൻറ്റേജ് ഇൻ സെയിൽസ് എന്നാണ്. വിൽപ്പനയിൽ നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ നേട്ടം. വിൽപ്പനയിൽ, സെയിൽസിൽ നിങ്ങൾക്ക് എന്താണോ മനോഭാവം, ആ മനോഭാവമായിരിക്കും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കുക. അപ്പോ എപ്പോഴും നമ്മൾ ഇപ്പൊ ഈ ഒരു എന്താ പറയാ ലിസണറായിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, അദ്ദേഹം നമ്മളിവിടെ വരുന്നുണ്ടാവും. അപ്പൊ സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യു കാൻ കൺട്രോൾ ദി മാർക്കറ്റ് എന്നാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യു ക്യാൻ കൺട്രോൾ ഹൗ യു ഷോ അപ്പ്. നിങ്ങളെ എങ്ങനെ പ്രസരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ ഷോ ചെയ്ത് കാണിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്കറിയായിരിക്കും. അത് നിങ്ങളെ മാക്സിമം എന്ത് ചെയ്യാം, ഷോ ചെയ്ത് കാണിക്കുക അല്ലെ. നിങ്ങൾക്ക് എങ്ങനെ പ്രത്യക്ഷപ്പെടണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടാവും. ഒരിക്കലും നിങ്ങൾക്ക് മാർക്കറ്റ് നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്കുള്ള അറിവുകളെ ഒരിക്കലും കംപ്ലീറ്റ് അവിടെ ഷോ ചെയ്യണം എന്നല്ല പറയുന്നത്, ചെയ്യേണ്ടടുത്ത് ചെയ്യണം. ചെയ്യാൻ പാടില്ലാത്തടുത്ത് ചെയ്യാൻ പാടില്ല. ചില കാര്യങ്ങൾ കുറച്ച് മാത്രമേ പറയുള്ളൂ, കുറച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഷോപ്പ് ചെയ്യാൻ പാടില്ല. സോ നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ ഇ ആണ് അല്ലെ. സെയിൽസിലെ നെക്സ്റ്റ് പോയിന്റ് ഇ ആണ്. എന്താണ് ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ എക്സ്പ്ലെയിൻ ദ വാല്യൂ ആൻഡ് ക്ലിയർലി. നമ്മൾക്ക് ഈ ബിസിനസിന്റെ വാല്യൂസ് അല്ലാണ്ട് $5 $15 സ്റ്റാർട്ട് ചെയ്യാമെന്നല്ല വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ $3090 ഇട്ടുകൊണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ബിസിനസിന്റെ വാല്യൂ, ഈ കോയിൻ ഫോർജിന്റെ വാല്യൂ എന്താണെന്ന് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇതിന്റെ ഫ്യൂച്ചർ പറഞ്ഞു കൊടുക്കണം. അറിയാത്ത വ്യക്തികൾ എന്തായിരിക്കും, ഇതിലൂടെ വന്ന് നിങ്ങൾ ഇത്ര വരുമാനം എടുക്കാന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ ഈ കിട്ടുന്ന ഡിജിറ്റൽ അസറ്റ്, ഇവിടെ കിട്ടിയിരുന്ന ക്രിപ്റ്റോ ടോക്കണുകൾ, ക്രിപ്റ്റോ കറൻസികളായിരിക്കട്ടെ, നിങ്ങൾ കിട്ടിയിരുന്ന US$ ഫ്ലക്ച്വേഷൻ എന്താണ്, ഈ $, ഗ്ലോബലി എല്ലാ ബിസിനസ്സിനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഈ അതേപോലെ തന്നെ ഇതിന്റെ ഡിജിറ്റൽ അസറ്റ് ആയിരിക്കുന്ന ക്രിപ്റ്റോ CF ടോക്കൺ അല്ലെങ്കിൽ CF കോയിൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നാളെ നിങ്ങൾക്ക് കൺട്രോൾ ഉള്ള ആ ഡിവൈസ്, ആ എലമെന്റ് എന്തൊരു സാധനത്തിലേക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ ബിസിനസിന്റെ വാല്യൂ, ഏത് ബിസിനസ് ആണോ നിങ്ങൾ ചെയ്യുന്നത് ആ ബിസിനസിന്റെ കറക്റ്റ് വാല്യൂസ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, അവർക്കൊരു ഉപബോധ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മള് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇതെല്ലാം സിമ്പിൾ ആയിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതെല്ലാം നമ്മളെ പ്ലാനിൽ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളുത്തണം. അപ്പൊ ഈ സെയിൽസ് എന്നുള്ള കാറ്റഗറിയിൽ ഈ എന്ന് പറയുന്ന കാറ്റഗറി എന്താണ്, എക്സ്പ്ലെയിൻ ദ വാല്യൂ ആൻഡ് ക്ലിയർലി ആണ്. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ബിൽഡ് ട്രസ്റ്റ് എന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ക്ലാരിറ്റി ബിൽഡ് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് ക്ലോസസ് ഡീൽസ് എന്നാണ്. നമ്മൾ എന്താണോ പറയുന്ന കാര്യം അത് കറക്റ്റ് ഡെലിവറി ചെയ്യാൻ നമ്മൾക്ക് പറ്റിക്കഴിഞ്ഞാൽ 100% ഞാൻ പറയാം, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബിൽഡ് ട്രസ്റ്റ് ചെയ്യുന്ന മീൻസ് നിങ്ങൾക്ക് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, നിങ്ങളും അദ്ദേഹമായിട്ടുള്ള ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിന്റെ മൈൻഡിൽ എന്തുണ്ടാവും, ഈ കോയിൻ ഫോർജ് ഇന്നതാണെന്നുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു നല്ലതായ ഒരു ബിസിനസ് ആണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ക്ലാരിറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അവര് നമ്മളോട് പാർട്ടിസിപ്പൻസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ സ്മാർട്ട് കോൺട്രാക്ട് അദ്ദേഹം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ഞാൻ ഇത്ര പർച്ചേസ് ചെയ്യാം, ഇതിന്റെ ബെനിഫിറ്റ് എന്നതൊക്കെ ഉണ്ട്, ഇതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, അവര്
ഈ ബിസിനസ്സിൽ ക്ലോസ് ആവുന്നുണ്ടാവും. അപ്പോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇ ആണ്. നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ എസ് ആണ്. എസ് എന്താണ്? സീൽ ദ ഡീൽ വിത്ത് കോൺഫിഡൻസ് എന്നാണ്. നമ്മള് സെയിൽസ് എടുക്കുന്ന സമയത്ത്, സെല് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ ഒരു കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, അവർ നമ്മളോട് അസോസിയേറ്റ് ചെയ്യാം, അല്ലെ? ഈ പ്ലാൻ പറയാൻ വേണ്ടി പോകുന്ന വ്യക്തിക്ക് തന്നെ കോൺഫിഡന്റ് ഇല്ല, അവനായിട്ടും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല് ശരിയാണോ, ഇതങ്ങനെ ആവുമോ എന്ന് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തികളായി മാറാതിരിക്കുക, അല്ലെ? ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, കരീം സാർ, അല്ലെ? കരീം സാറിനോട് ഒരു വ്യക്തിനോട് ഈ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാവണം, ഒരു കോൺഫിഡന്റ് ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന പ്രൊജക്ട് കോയിൻഫോർജ് എന്ന് പറഞ്ഞ പ്രൊജക്ട് എന്താണെന്നും ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഗുണങ്ങൾ എന്താണെന്നും ദോഷങ്ങൾ എന്താണെന്നും നമ്മൾക്ക് മനസ്സിലാക്കുന്ന സമയത്ത് മെറിറ്റും ഡിമെറിറ്റും നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഡിമെറിറ്റ് എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് നെഗറ്റീവ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിന് ആൻസർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണം. അല്ലാതെ നമുക്കൊരു കോൺഫിഡന്റ് ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോസ്പെക്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട് ആയിരിക്കട്ടെ, ആരും ആയിരിക്കട്ടെ, ആ കസ്റ്റമർ എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഈ ഒരു സർവീസ് അവർ എടുക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എപ്പോഴും നമ്മൾക്ക് എന്തുണ്ടാവണം, ഒരു കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തികളായിട്ട് മാറണം. സോ കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് നമുക്കൊരു ഫോർമുല ഉണ്ട്, ഒരു 5 ഫോർമുല ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ടോക്ക് ലെസ്, സെൽ മോർ എന്നാണ്. പറയേണ്ട കാര്യങ്ങൾ ചുരുക്കി പറയാം. എന്ത് ചെയ്യാ, മോർ സെല്ലിങ് എടുക്കുക. കുറച്ച് കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ, അല്ലാതെ വാരി വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കുറച്ച് കാര്യങ്ങൾ പറയാം. എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ സെൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മീൻസ് കോൺഫോർജ് നിങ്ങൾക്ക് നല്ല രീതിയിൽ സെൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, എന്താണ് ഫസ്റ്റ് ഇത്? ബി ക്ലിയർ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തത പുലർത്തണം. വ്യക്തമായിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, തടസ്സങ്ങൾ എന്ത് ചെയ്യണം, കട്ട് ദി ഫ്ലഫ് എന്നാണ്, അല്ലെ? സേ വാട്ട് മാറ്റേഴ്സ് എന്നാണ്. എന്താണ്, തടസ്സങ്ങൾ നീക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാൻ മാത്രം പറയാം. തടസ്സങ്ങൾ എന്താണ്, ഇതിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പറയാൻ പാടില്ല. അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയണം. ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. സോ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പറയുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പറയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലാരിറ്റിയോടുകൂടി പറയാം, അല്ലെ? ക്ലാരിറ്റി എന്താണ്, ബിൽഡ് ട്രസ്റ്റ് എന്നാ പറഞ്ഞത്, അല്ലെ? അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യണം, എന്ത് കാര്യങ്ങൾ പറയുമ്പോൾ തടസ്സങ്ങൾ നീക്കി ചുരുക്കിയിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ പറയണം. അത് പ്രധാനപ്പെട്ടത് മാത്രം പറയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ബി കോൺഷ്യൻസ് എന്നാണ്, അല്ലെ? കോൺഷ്യസ് എന്നാണ്. ഷോർട്ട് സെന്റൻസ്, സ്ട്രോങ് പോയിന്റ്സ് ആണ്. എന്താണ് നമ്മൾ പറയുന്നത്, സംക്ഷിപ്തമായിട്ട് പറയുന്ന സമയത്ത് കാര്യങ്ങൾ പറയുമ്പോൾ ചെറിയ വാക്യങ്ങൾ, അല്ലെ? ഷോർട്ട് സെന്റൻസ് ഉപയോഗിക്കുക, സ്ട്രോങ് പോയിന്റ് പറയണം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞ് എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലോസിംഗിന്റെ സമയത്ത് എടുക്കേണ്ട കാര്യമാണ്, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനലായിട്ട് പറയുന്ന സമയത്ത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ ബി എ ക്ലേവർ, അല്ലെ? അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ടൈലർ യുവർ മെസ്സേജ് നോട്ട് യുവർ ബസ് വേർഡ്സ് എന്നാണ്. എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിമാനായിരിക്കണം. എന്താണ്, അല്ലെ? നമ്മളോട് എന്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ആൻസർ കൊടുക്കാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം. അവരെന്തും ചോദിക്കാം, കാരണം അവര് പണമാണ് ഈ ബിസിനസ്സിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. അവന്റെ കയ്യിൽ നിന്ന് പണം ഇടാൻ വേണ്ടിയിട്ട് അവന് എന്ത് സാധനം, അവനക്ക് ആവശ്യമുള്ള സാധനം മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്. സാധാരണ കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും, സൂപ്പർ മാർക്കറ്റ് ആയാലും എന്ത് കടയിലായാലും പോയി വാങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈനിലായാലും വാങ്ങുന്നുണ്ടാവും. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. അദ്ദേഹത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലായിട്ട് അതിന്റെ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിലേക്ക് കോയിൻഫോർജിനെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നു, അല്ലെ? ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു മാർക്കറ്റിലേക്ക് ഒരു സാധനം കൊടുക്കുന്ന, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫ് അവിടെ വന്നിട്ട് ഒരു ഓർഡർ എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന സാധനം വെക്കട്ടെ, ഇന്ന സാധനം വെക്കട്ടെ, ഇന്നത് വെച്ച് ഇന്നതാണ് ഗുണങ്ങൾ, ഇത്ര പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പർച്ചേസിങ് കപ്പാസിറ്റി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ആവുന്നുണ്ട്, അല്ലെ? ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു വ്യക്തത പുലർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ സംസാരിക്കുക. അതേപോലെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ബി എ ക്ലേവർ ആൻഡ് ടൈലർ യുവർ മെസ്സേജ് നോട്ട് യുവർ ബസ് വേർഡ്സ് എന്നാണ്, അല്ലെ? ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങളുടെ സന്ദേശം എന്ത് ചെയ്യണം, നിങ്ങളുടെ വാക്കുകളിൽ മാത്രമല്ല, നിങ്ങളുടെ സന്ദേശം നിങ്ങളുടെ വാക്കുകളിലല്ല, മറിച്ച് എന്താ വേണ്ടത്,
അനുയോജ്യമാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറയണം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതല്ല പറയേണ്ടത്. പറയുന്ന കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം, ഗുണം ചെയ്യുന്ന കാര്യത്തിലുള്ള രീതിയിൽ എന്ത് ചെയ്യണം നിങ്ങൾ പറയണം. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ബി എ ക്യൂരിയസ്. ഞാൻ എപ്പോഴും എന്റെ പാർട്ട്നേഴ്സിനോട് പറയുന്നത് നിങ്ങൾ ക്യൂരിയോസിറ്റിയോട് സംസാരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് എക്സാമ്പിൾസ് പറയാം. കോയിൻഫോർജിനെ സംബന്ധിച്ചോളം നമ്മൾക്ക് നമ്മുടെ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പറയാം, നമ്മൾക്കറിയാം നമ്മുടെ സ്ട്രക്ചർ എന്താണെന്നുള്ളത്. ഒരു പാർട്ട്ണർ നമ്മളോട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതൊരു ഇൻവെസ്റ്റർ ആണോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പാർട്ട്ണർ ആണോ. ഇപ്പൊ പറയുന്ന സമയത്ത് വർക്കിംഗ് പാർട്ട്ണറാന്ന് പറഞ്ഞുകൊണ്ട് അവർ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾക്ക് നമ്മളെ പൊസിഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. അപ്പോ ബി എ ക്യൂരിയസ്, ലിസൺ മോർ ദാൻ യു പിച്ച് നൗ. നിങ്ങൾ ജിജ്ഞാസയുള്ളവരായിരിക്കണം എപ്പോഴും. അപ്പോ നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിസണർ ആയിരിക്കണം. നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുന്ന വ്യക്തികളാവാൻ പാടില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ എപ്പോഴും എന്താണ് ക്യൂരിയോസിറ്റിയോടുകൂടി കേൾക്കുക, കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരു വ്യക്തിക്ക് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്യൂരിയോസിറ്റി വെച്ച് സംസാരിക്കുക. അത് നമുക്ക് ക്ലോസിങ്ങിന് നല്ല ചാൻസ് ഉള്ള കാര്യമാണ് അല്ലെ. ഈ ബിസിനസിന്റെ ഗുണങ്ങൾ ഒരു ക്യൂരിയോസിറ്റി ലെവലിൽ പറയാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് അസോസിയേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇന്ന് ബെനിഫിറ്റ് ഉണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഇന്ന് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യമാണ്. അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതൊരു ക്യൂരിയോസിറ്റി ലെവൽ പറഞ്ഞു. ബി കോൺഫിഡന്റ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ബി കോൺഫിഡന്റ്. നമ്മൾ എന്തായിരിക്കണം, ഒരു ആത്മവിശ്വാസമുള്ളവരായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് തന്നെ ഒരു കോൺഫിഡന്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. അപ്പൊ നമ്മൾ എന്തായിരിക്കണം, കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മൾ സൈലൻസ് ക്യാൻ സെൽ ടു എന്നാണ്. ചില കാര്യങ്ങൾ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കണം. അവർ പറയുന്ന സമയത്ത് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലോസിങ് എടുക്കുന്നുണ്ടാവും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ആത്മവിശ്വാസമുള്ളവരായിരിക്കണം എല്ലാ സമയത്തും. ആത്മവിശ്വാസം ഉണ്ടാകുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം, ഈ ഒരു വ്യക്തി നമ്മുടെ കൂടെ വരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, വീണ്ടും അവിടെ നിങ്ങള് എന്ത് പറയാൻ പാടില്ല, എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് റൂട്ട് മാറ്റാൻ പാടില്ല. നിങ്ങൾ ക്ലോസിങ് ആയി കഴിഞ്ഞു തോന്നിക്കഴിഞ്ഞാല് നിങ്ങൾ വേറൊരു കാര്യത്തിന് ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ല. ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായാലും ഒന്നും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബിസിനസ് എന്താണ് അത് അദ്ദേഹത്തിലേക്ക് ഡെലിവർ ആയി തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അദ്ദേഹത്തില് എമൗണ്ട് എത്രയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അദ്ദേഹത്തിനോട് എന്ത് ചെയ്യാം, ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഇടാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആയിട്ടാണോ, ബാങ്ക് അക്കൗണ്ടിലാണോ പണം ഉള്ളത്, അല്ല നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലോസിംഗ് എടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പോ നമ്മള് കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്താണ് സുബേഷ് സാർ, നമ്മളെ കയ്യിലുള്ള പ്രൊഡക്റ്റ് കോയിൻഫോർജ് അല്ലെ. കോയിൻഫോർജ് പ്രൊജക്റ്റിൽ നമ്മൾ എന്താണ് സെൽ ചെയ്യുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന അഫിലിയേറ്റ് ലിങ്ക് ആണ് സെൽ ചെയ്യുന്നത്. ആ ലിങ്ക് സെൽ ചെയ്യുന്ന സമയത്ത് അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അവർ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, ഡിജിറ്റൽ അസറ്റ് ലഭിക്കുന്നുണ്ടാവും, കൂടാതെ വരുമാനങ്ങൾ ലഭിക്കുന്നുണ്ടാവും. അവിടെ നമ്മളെ സൂപ്പർ അപ്ലൈൻ ആണെങ്കിൽ അപ്ലൈൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ടാവും, പാസീവ് ഇൻകം ലഭിക്കുന്നുണ്ടാവും. നമ്മൾ പാസീവ്, ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കോയിൻഫോർജിനെ സംബന്ധിച്ചോളം പാസീവ് ഇൻകത്തിനേക്കാൾ കൂടുതൽ ആക്റ്റീവ് ഇൻകം ആണ്. ആക്റ്റീവ് മീൻസ് നമ്മള് മാർക്കറ്റിംഗ് ചെയ്യുന്നതിൽ നമുക്ക് ഇവിടെ എത്ര ബെനിഫിറ്റ് ഉണ്ട്, 80+30% എക്സ്ട്രാ ഉണ്ട് അല്ലെ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന എന്താണ്, 2 പാർട്ട്നേഴ്സിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു 40% കിട്ടുന്നുണ്ടാവും. 4 പാർട്ട്നേഴ്സ് അദ്ദേഹത്തിന് കണക്ട് ചെയ്ത വ്യക്തികളിലൂടെ വന്ന് 4 പാർട്ട്നേഴ്സ് ഈ ഒരു ബിസിനസിന്റെ ഭാഗമാകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ടാവും, 40% കിട്ടുന്നുണ്ടാവും. അതുകൂടാതെ അദ്ദേഹത്തിന് ആദ്യം 40% കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന 2 വ്യക്തികൾക്കും എന്ത് കിട്ടുന്നുണ്ടാവും, 40% കിട്ടുന്നുണ്ടാവും അല്ലെ. ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് പോലെ നമ്മളെ കൂടെ വന്ന പാർട്ട്നേഴ്സിനും എന്ത് കിട്ടുന്നുണ്ടാവും, ഇതിലൂടെ വരുമാനം കിട്ടുന്നുണ്ടാവും. നെക്സ്റ്റ് ആ 4 പാർട്ട്നേഴ്സിനും എന്ത് കിട്ടുന്നുണ്ടാവും, വീണ്ടും 20% 40% വെച്ച് കിട്ടുന്നുണ്ടാവും. അപ്പോ ഈ ബിസിനസിന്റെ ഭാഗമാകുന്ന എല്ലാ ആൾക്കാർക്കും വരുമാനമുണ്ട്. എല്ലാ ആൾക്കാർക്കും ബിസിനസ് ക്ലോസ് ആവണമെന്നില്ല. ക്ലോസ് ആയി കഴിഞ്ഞാൽ എന്താണ് അവിടെ ഗുണം, അവിടെ നമ്മൾക്ക് എന്ത് ഗുണങ്ങളുണ്ട്, നമ്മുടെ പാർട്ട്നേഴ്സിനും ഗുണങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നമുക്ക് സെയിൽസ് ഇപ്പൊ നമ്മളിതിപ്പോ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ മാത്രം കാര്യങ്ങളാ പറഞ്ഞത് അല്ലെ. നമ്മൾക്ക് എന്ത് ചെയ്യാം, സെയിൽസ് മാർക്കറ്റിംഗ് ഒബ്ജക്ട്സ് യൂസ് ചെയ്യാം അല്ലെ. എന്ത് കാര്യങ്ങൾ ഉപയോഗിക്കാം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കാം. എന്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇന്നുണ്ട്, നിങ്ങൾ ഫിസിക്കലി മാത്രം മാർക്കറ്റിലേക്ക് പോയിട്ട് ആൾക്കാരുടെ ബിസിനസ് ക്ലോസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം അല്ലെ.
സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ലേഡീസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല? ഇപ്പൊ റീസെന്റ് നമ്മള് കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്ന സുഭാഷ് ബ്രോന്റെ കൂടെ തോന്നുന്നു വന്നിരിക്കുന്നത് ഒരു പയ്യൻ. അദ്ദേഹം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് അതുപോലെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് എടുക്കാം. ഒരിക്കലും നിങ്ങൾക്ക് എന്തില്ല, ഫിസിക്കലി മാത്രം സെൽ എടുക്കണം എന്നില്ല, ക്ലോസ് ചെയ്യണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് വേൾഡിൽ ഏറ്റവും ടോപ്പസ്റ്റ് റാങ്കിങ്ങിൽ ഇരിക്കുന്ന എന്താ പറയാ ഇലോൺ മസ്കിന് ശേഷം സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ഇ കോമേഴ്സ് സിസ്റ്റത്തിലൂടെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റും അവരുടെ ഷോപ്പിൽ വെക്കാതെ ഒരു പിക്ചർ വെച്ചുകൊണ്ട് മാത്രം മാർക്കറ്റ് ചെയ്തുകൊണ്ട് വേൾഡിൽ നമ്പർ 1 കോടീശ്വരൻ ഇലോൺ മസ്ക് ആണെങ്കിൽ നമ്പർ 2 കോടീശ്വരൻ ആരാണ്? ജെഫർ ബസൂസിയാണ്. ആരാണ് ജെഫർ ബസൂസ? നമ്മുടെ ആമസോണിന്റെ സിഇഒ ആണ്. നമുക്ക് അറിയുന്ന വ്യക്തികളാണ് നമ്മൾ മനസ്സിലാക്കി. എത്ര കാലമായിട്ടുള്ള ഈ ആമസോൺ വന്നിട്ട് അന്ന് ഓൺലൈൻ മാർക്കറ്റിംഗ് വരുന്ന സമയത്ത്, ഓൺലൈനിലൂടെ സെല് ചെയ്യുന്ന സമയത്ത് അവിടെ ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, വീട്ടിലിരുന്നു കൊണ്ട് ഒരു ക്ലിക്കില് ഒരാഴ്ച കൊണ്ട് സാധനം വരുന്നു. ആ സാധനം ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നു. എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടാവുന്നു അല്ലെ? വേറൊരു സാധനം വാങ്ങാൻ വേണ്ടി പറ്റുന്നു. നേരെ മറിച്ച് നമ്മളൊരു കടയിൽ പോയിട്ടാണ് സാധനം വാങ്ങുമെങ്കിലോ അവർ പകരം വേറെ സാധനം എടുക്കണം. ഒരിക്കലും അവർ റിട്ടേൺ ക്യാഷ് തരണം എന്നില്ല അല്ലെ? അപ്പൊ എല്ലാ ഓപ്ഷൻസും എവിടെ വന്നിട്ടുണ്ട്? ഡിജിറ്റൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാം അല്ലെ? ഇൻഫ്ലുവൻസറെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ആ ഇൻഫ്ലുവൻസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാം. കീ ഇൻഫ്ലുവൻസേഴ്സിന്റെ കഴിവനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്താണോ ബെനിഫിറ്റ് ഉള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. കൊളാബറേഷൻ സ്ട്രാറ്റജീസ് അല്ലെ? നല്ല ഇൻഫ്ലുവൻസേഴ്സിന് എന്ത് ചെയ്യാം? നമ്മള് ഫോളോ ചെയ്യാം. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ കണ്ടന്റ് നമ്മൾക്ക് ബിസിനസിനോട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അവരുടെ വീഡിയോക്ക് നമ്മൾ കൊളാബറേറ്റ് ചെയ്യാം. നമ്മളെ വീഡിയോ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും തന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? അവരുടെ ഫോളോവേഴ്സും നമ്മുടെ എന്ത് കാണും? നമ്മുടെ ആഡ് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ ഇൻസ്റ്റയിലാണെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? അത് വാട്സപ്പിലേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ടാവും. കമ്പാനിങ് ഇന്റഗ്രേഷൻ നെക്സ്റ്റ് ഓപ്ഷൻ. എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു പരിപാടി ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സെയിൽസ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള മാർക്കറ്റിംഗ് ഇന്ന് എന്തുണ്ട്? മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും നമ്മൾക്ക് അവിടെ എന്ത് ചെയ്യാം? നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് ആക്ച്വലി ഒരു ഫിസിക്കലി മീറ്റ് എടുക്കേണ്ട ഒരു സെഷൻ ആണ്. സോ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു പാൻഡമിക് സിറ്റുവേഷൻസ് ആണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ള ഒരു ഉത്ബോധ മനസ്സ് നമ്മളിലേക്ക് ഉണ്ടാവണം അല്ലെ? ഇപ്പൊ നമ്മള് ഫിസിക്കലി മാത്രമല്ല മാർക്കറ്റ് ചെയ്യേണ്ടത്, ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യണം. ഡിജിറ്റലി മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇപ്പോ കൊറോണ എന്ന് പറയുന്ന ഒരു സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൂമിന്റെ ഉപയോഗം തന്നെ ഉണ്ടായിട്ടുള്ളത് അല്ലെ? വീട്ടിലിരിക്കുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയിട്ട് മാത്രമേ പഠിക്കാൻ വേണ്ടി പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികള് ഇപ്പൊ എന്തായി? സൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൊറോണ സമയത്ത് വന്ന സമയത്ത് അതിന് മുന്നേ വന്നിരിക്കുന്ന സാധനമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഫെമിലിയർ ആയിരിക്കുന്ന സൂം എപ്പോഴാണ്? കൊറോണ സമയത്താണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും വലിയ രീതിയിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, മാർക്കറ്റിലൂടെ സെല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, ആമസോൺ പോലെയുള്ള, ഫ്ലിപ്കാർട്ട് പോലെയുള്ള, സ്വിഗ്ഗി പോലെയുള്ള, സൊമാറ്റോ പോലെയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി സെല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്കും ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തുകൂടാ? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്തുകൂടാ? നമ്മളെന്ന വ്യക്തി മാത്രം മാർക്കറ്റിൽ പോയിക്കൊണ്ട് അവിടെ ടൈം വേസ്റ്റ് ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മൾക്ക് കിട്ടണമെന്നില്ല അല്ലെ? പല സ്ട്രഗിളും നമ്മൾ ചെയ്യേണ്ടി വരും. സോ എങ്ങനെ ഇരുന്നാലും എന്ത് അവസ്ഥയിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ മുന്നിൽ എന്ത് സ്ട്രാറ്റജി ഉണ്ടാവണം? സെയിൽസ് സ്ട്രാറ്റജി ഉണ്ടാവണം. ആ സെയിൽസ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ബിസിനസിനെ ക്ലോസ് ചെയ്യുക, ബിസിനസ് എടുക്കുക. ഒരിക്കലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു മാണിക്കക്കല്ലിന് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? തക്കാളി പൂട്ടില് അല്ല എന്താ പറയാ, ഗോദ്രേജ് പൂട്ടില്ലേ, അതിലിട്ട് വേസ്റ്റ് ആക്കാത്ത അവസ്ഥയിലേക്ക് ആക്കാതിരിക്കുക അല്ലെ? നിങ്ങൾക്ക് നിങ്ങളെ വാല്യൂ മനസ്സിലാക്കുക.
നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബിസിനസിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഏറ്റവും ഫെമിലിയർ ആയിരിക്കുന്ന എംപവർ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലാണ് നിങ്ങൾ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളെ വാല്യൂ പോലെ ഈ ഒരു പ്രൊജക്ടിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഷോർട്ട് ആൻഡ് ലെവലിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോസ്പെക്റ്റിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഭാഗമാവുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, സോ ഈ വൈകിയ വേളയിൽ ചെറിയ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്തതാ. നിങ്ങൾ അത് കേട്ടിരിക്കുന്ന എത്ര വ്യക്തികളുണ്ടോ എല്ലാവർക്കും നല്ലൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിജയം നേർന്നുകൊണ്ട് വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ ദി സക്സസ് എന്നുള്ള വേർഡ്സിൽ ഞാൻ ചുരുക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബാക്ക് ടു